നമ്മളിന്ന് കണ്ണൻകുട്ടിയുടെ +1 അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വളാഞ്ചേരി ഹൈസ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ 2 പിള്ളേരും പഠിച്ച സ്കൂളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വല്ലാതെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പൂജിയുടെ +2 കഴിഞ്ഞു കേട്ടോ. കണ്ണൻകുട്ടി കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 കൊല്ലം കൂടെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറ്റും. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഈ വഴിയൊക്കെ പോകുമ്പോഴുള്ളൊരു ഓർമ്മയാവും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷത്തിന് ശേഷം അങ്ങനെ ഒരു ഓർമ്മയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ഷാജേട്ടനെ കൂട്ടിയിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ നൊസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ ഇവിടെ ആയപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ മിസ് ഈ ഒരു വരാന്തിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിൽ ഇവിടുത്തെ ആ ഒരു സ്റ്റേജിലൊക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്. പെട്ടെന്ന് നമുക്കില്ലേ വല്ലാത്തൊരു സങ്കടവും സന്തോഷമൊക്കെ തോന്നിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഒരു കാലമായിരുന്നു നല്ലത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്യുക. സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാഗി പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്കൂളിലേക്ക് വരിക കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. പൂജിറ്റീനെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ ഇരിക്കുന്നത്. പൂജിറ്റി പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് അവരെല്ലാവരും വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഫോണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ അവിടെ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. പോയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരമൊക്കെ ഇരിക്കേണ്ടായിരുന്നു വിചാരിച്ചു. പിന്നെ ഫോണിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെച്ച് പിടിച്ച് നമ്മൾ വളാഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. താമരക്കുളത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ അവിടെയും കൂടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കാക്കാൻ്റെ കടയിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് രാവിലെ ഒന്നും കഴിക്കാതെയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പൊറാട്ടയും മീൻ വറുത്തതും സാലനയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൂടെ കഴിച്ച് വളാഞ്ചേരി പോയിട്ട് അത്തരം കൂടെ വാങ്ങിയിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ കാണാൻ ഒരു ഫോളോ ചെയ്യാൻ മറക്കരുത്. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.